ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആർ ലിവിങ് ബൈ രേഷ്മ. ഇന്ന് നമുക്ക് അടദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. തമിഴ്നാടും പാലക്കാടും ഒക്കെ ഇതിനെ അടദോശ എന്നാണ് വിളിക്കുക. പല ഭാഗത്ത് ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. അതിനായിട്ട് 1/2 കപ്പ് പച്ചരി, 1/2 കപ്പ് പുഴുങ്ങലരി, 1/4 കപ്പ് ചെറുപയർ, 1/4 കപ്പ് കടല, അതായത് വെള്ളക്കടല എടുക്കുക, ചുവന്ന കടല എടുക്കുക. അതേപോലെ തന്നെ കുറച്ച് 1/4 കപ്പ് തന്നെ പരിപ്പ്. അങ്ങനെ ഏത് ധാന്യങ്ങൾ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് 4 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി, അതേപോലെ തന്നെ കറിവേപ്പില, വറ്റൽ മുളക് അല്ലെങ്കിൽ ചുവന്ന മുളക്, ഒരു പിടി കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചു കൊടുക്കാം. ഇത് തീരെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരി തന്നെ അരച്ചെടുക്കുക. അത് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കായം പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. കാരണം ഇതിൽ കടല എന്ന് പറഞ്ഞ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പല സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ അതേപോലെ ഒരു സ്നാക്കായിട്ടായിട്ട് വരെ നമുക്കിത് കഴിക്കാൻ പറ്റാവുന്ന ഒരു നല്ല ടേസ്റ്റി ഡിഷാണ്. നമുക്കൊരു നല്ല ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തീരെ നൈസായിട്ടല്ല, കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്. അതിലേക്ക് ഞാനൊരു ഇത്തിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യായാലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കഴിക്കുകയാണേ ടേസ്റ്റ്. അതുകൊണ്ട് നമുക്കൊന്ന് മറിച്ച് കൊടുത്ത് ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് നമുക്കിത് ഉള്ളി ചമ്മന്തിയുടെ കൂടെയോ അതല്ലെങ്കിൽ വെറുതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.